So hi guys, welcome back. So നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് കോസ്റ്റേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ക്രോഷേ യൂസ് ചെയ്ത് നമ്മൾ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് മൂൺ യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് കോസ്റ്റേഴ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരു ഫുൾ സെറ്റിൻ്റെ ഭാഗമാണ്. സോ ഇനീഷ്യലി ഞാനിന്ന് കോസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. കമ്മിങ് വീക്സിൽ അതിൻ്റെ കൂടെയുള്ള പ്ലേസ്മാറ്റ്സും ടേബിൾ റണ്ണേഴ്സും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. സോ നമുക്കിപ്പോൾ നമ്മുടെ കോസ്റ്റർ ഉണ്ടാക്കി തുടങ്ങാം. ഇത് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടേപ്പസ്ട്രി സ്റ്റിച്ച് എന്ന് പറഞ്ഞ ഒരു സ്റ്റിച്ചാണ്. ഓക്കെ, സ്ലൈറ്റ്ലി നമ്മൾ ഇതുവരെയായിട്ടും ചെയ്തിരിക്കുന്നത് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ 2 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത് റദർ ദാൻ യൂസിങ് 1 കളർ. സോ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഈ ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് നമുക്ക് നോക്കാം. കംപ്ലീറ്റ്ലി കോട്ടൺ യാണെന്നാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടും വെയ്റ്റഡ് 3 യാണാണ്. സോ ഇതാണ് എൻ്റെ യാൺ. ഒന്ന് ക്രീം കളറും ഒന്ന് ബ്രൗൺ കളറുമാണ്. ഇതിൻ്റെ വീടിനടുത്തുള്ള ഒരു യാൺ മേക്ക് ചെയ്യുന്ന യാൺ കാട്ട് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞാൻ വാങ്ങിച്ചതാണ്. അതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സൈസ് 3 ഹുക്കാണ്. സോ നമ്മൾ ടേപ്പസ്ട്രി ക്രോഷേ ചെയ്യുമ്പോൾ അത്യാവശ്യമായിട്ട് അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന യാൺ ഓരോ സ്റ്റിച്ചും വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണം. അതിന് നമുക്കിത് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരു സൈസ് ചെറിയ ഹുക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത്തിരി ടൈറ്റായിട്ട് നമ്മൾ ഈ ക്രോഷേ ചെയ്താലേ അതിനൊരു ഭംഗി വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്തു തുടങ്ങാം. സോ നമ്മൾ നമ്മുടെ എല്ലാ ഡിസൈൻസും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നമ്മളൊരു ഫൗണ്ടേഷൻ ചെയിനിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിൻസ് ഇതൊരു ജസ്റ്റ് ഒരു കോസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് റിക്വയർ ചെയ്യുന്നത് 21 ഫൗണ്ടേഷൻ ചെയിൻസ് ആണ്. ഒരു ഐഡിയൽ കോസ്റ്ററിന് വേണ്ടിയുള്ള ലെങ്ത്ത് നിങ്ങൾക്ക് റിക്വയർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് നേരത്തെ പറയുന്ന പോലെ തന്നെ സൈസ് നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്യാവുന്നതാണ്. സോ അറ്റ്ലീസ്റ്റ് ദർ ഷുഡ് ബി 21 സ്റ്റിച്ചസ്. ഒരു ഐഡിയൽ സൈസ്, ഒരു കപ്പ് വെക്കാനുള്ള സൈസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട്. സോ നമ്മൾ നമ്മുടെ 21st സ്റ്റിച്ചിലെത്തി. നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 21st സ്റ്റിച്ചിനെ, ലാസ്റ്റ് സ്റ്റിച്ചിനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ ഹുക്കിൽ നിന്നുള്ള സെക്കൻഡ് ചെയിനിലായിരിക്കും നമ്മൾ നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഫസ്റ്റ് റോ മുഴുവൻ നമ്മൾ ജസ്റ്റ് സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ചെയ്യുന്നത്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ എൻറ്റയർ ഡിസൈൻ നമ്മൾ മേക്ക് ചെയ്യുന്നത് ജസ്റ്റ് സിംഗിൾ ക്രോഷേ, ഒറ്റ തരത്തിലുള്ള സ്റ്റിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് സിംഗിൾ ക്രോഷേസ് മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ എൻറ്റയർ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ഫസ്റ്റ് റോയുടെ എൻഡിലെത്തി. അതിനുശേഷം നമ്മൾ ഒരു ചെയിൻ ഉണ്ടാക്കുന്നു. അതിനുശേഷം ഇതാണ് നമ്മുടെ ടേണിങ് ചെയിൻ, നമ്മൾ ടേൺ ചെയ്യുന്നു. സോ ഈ ഡിസൈൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് ടേണിങ് ചെയിനിനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചായിട്ടായിരുന്നു കൺസിഡർ ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ കൗണ്ട് ചെയ്യുന്നില്ല. ടേണിങ് ചെയിനെ നമ്മൾ നമ്മുടെ സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യില്ല ഇതിൻ്റെ അകത്ത്. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് റോയും ഫുൾ സിംഗിൾ ക്രോഷേ റോ ആണ്, നിങ്ങൾക്കിവിടെ കാണാമല്ലോ. അഗെയിൻ നമ്മൾ നമ്മുടെ ഒരു ഫുൾ റോ ഇങ്ങനെ സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. സോ നെക്സ്റ്റ് റോയും സിംഗിൾ ക്രോഷേ റോയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ തേർഡ് റോ കൂടി ഇങ്ങനെ തന്നെ സിംഗിൾ ക്രോഷേ ചെയ്യണം. ഞാനിപ്പോൾ കാണിച്ചതുപോലെ തന്നെ ആദ്യം ഒരു ടേണിങ് ചെയിൻ ഉണ്ടാക്കുക. ടേണിങ് ചെയിൻ നമ്മൾ നമ്മുടെ സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യാതെ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ മുതൽ തന്നെ അടുത്ത സിംഗിൾ ക്രോഷേ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ തേർഡ് റോ കൂടി ഉണ്ടാക്കുന്നു. നമുക്ക് തേർഡ് റോയുടെ എൻഡിൽ ഇനി മീറ്റ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫോർത്ത് റോയിലെത്തി. ഫോർത്ത് റോയിൽ എത്താനായിട്ട് നമ്മൾ ആദ്യം ഒരു തേർഡ് റോയുടെ എൻഡിലൊരു ചെയിൻ ഉണ്ടാക്കുന്നു, ടേൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ 9th സിംഗിൾ ക്രോഷിയുടെ അവിടെയാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് കളർ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നോർമലായിട്ട് ഒരു 2 സിംഗിൾ ക്രോഷിയെ നോർമലായിട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ള എക്സ്ട്രാ കളർ നമ്മൾ ഇവിടെ മുതൽ ആഡ് ചെയ്ത് തുടങ്ങേണ്ടതാണ്. സോ ദാറ്റ് അതവിടെ നല്ല ഭംഗിയായിട്ടിരിക്കും. അതിനുവേണ്ടി നമ്മൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസൈനിൻ്റെ പുറകിൽ, സോ ഈ ഡിസൈനിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ റോങ് സൈഡും റൈറ്റ് സൈഡും, നമ്മൾ ആൾക്കാർ കാണാൻ ഉദ്ദേശിക്കുന്ന സൈഡ് നമ്മുടെ റൈറ്റ് സൈഡും, കാണുന്നില്ല എന്ന് വിചാരിക്കുന്ന സൈഡ് റോങ് സൈഡുമാണ്. റോങ് സൈഡും റൈറ്റ് സൈഡും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ നമ്മുടെ റോങ് സൈഡിൽ ഈ നൂലിനെ കൊണ്ട് വെക്കുന്നു അടുത്ത കളറിനെ. അതിനുശേഷം നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്യുമ്പോൾ നമ്മുടെ ഹുക്ക് ഇങ്ങനെ ആ കളറിൻ്റെയും കൂടി അടിയിലൂടെ പോകുന്നു.
എന്നിട്ട് നോർമലായിട്ട് നമ്മൾ നമ്മുടെ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. സോ ദാറ്റ് ആ കളർ അവിടെ ഇരുന്നോളും. സോ ദാറ്റ് ഇറ്റ് വിൽ സ്റ്റേ വിത്ത് യു. അഗൈൻ അടുത്ത സിംഗിൾ ക്രോഷ്യ ചെയ്യുക. സി ഇപ്പോൾ ഈ കളറ് നമ്മുടെ ഈ ഡിസൈനിൻ്റെ പുറകിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ടോട്ടൽ 9 സിംഗിൾ ക്രോഷ്യേസ് ചെയ്യുന്നു. ഞാനിപ്പോൾ നമ്മുടെ 8th സിംഗിൾ ക്രോഷ്യയിലെത്തിയാണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. 9th സിംഗിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നോർമലായിട്ട് തന്നെ നമ്മുടെ ഹുക്ക് ഇട്ടതിന് ശേഷം യാൺ ഓവർ ചെയ്ത് യാൺ പുറത്തേക്ക് വലിക്കുക. ഇവിടെ നമ്മുടെ 10th സിംഗിൾ ക്രോഷ്യയിലാണ് നമ്മുടെ ഫസ്റ്റ് ചേഞ്ചുള്ള അല്ലെ ബ്രൗൺ കളറിലുള്ള സ്റ്റിച്ച് വരുന്നത്. അപ്പം നമ്മൾ 9th സിംഗിൾ ക്രോഷ്യയിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പുറകിലൂടെ എടുത്തിരുന്ന കളറുണ്ടല്ലോ, അതിനെ നമ്മൾ യാൺ ഓവർ ചെയ്ത് ഇതിനകത്തൂടെ ഇങ്ങനെ എടുക്കുന്നു. മനസ്സിലായോ? അതിനുശേഷം ബാക്കി സിംഗിൾ ക്രോഷ്യേസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ, ഇനി നമ്മൾ ബ്രൗൺ കളറിലുള്ള സിംഗിൾ ക്രോഷ്യേസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ പുറകിലൂടെ നമ്മുടെ ഈ ക്രീം കളർ നൂലിനെ നമ്മൾ നേരത്തെ നമ്മുടെ ബ്രൗണിനെ എങ്ങനെ കൊണ്ടുവന്നു അങ്ങനെ തന്നെ മുമ്പോട്ട് കൊണ്ടുവരിക. ലെറ്റ്സ് സീ. നമുക്ക് ടോട്ടലായിട്ട് 4 ക്രോഷ്യേസ് ആണ് വേണ്ടത്. 1 2 3 4th ക്രോഷ്യയിൽ അഗൈൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനീഷ്യൽ പാർട്ട് നമ്മൾ ബ്രൗൺ കൊണ്ട് ചെയ്യുന്നു. അതിനുശേഷം ലാസ്റ്റ് യാൺ ഓവർ നമ്മൾ നമ്മുടെ ക്രീം കളർ നൂല് കൊണ്ടായിരിക്കും ചെയ്യേണ്ടത്. ഹിയർ യു ഗോ. എന്നിട്ട് നേരത്തെ പോലെ ബ്രൗൺ നൂലിനെ നമ്മൾ പുറകിലൂടെ കൊണ്ടുവരുന്നു. 1 2 3 4 5. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ റോ കംപ്ലീറ്റ് ചെയ്യും. സോ നമ്മുടെ ഫസ്റ്റ് കളർ ചേഞ്ച് കഴിഞ്ഞിട്ടുള്ള ബാക്ക് സൈഡ് ഇങ്ങനെ ഇരിക്കും. നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം. ഇതിനിടയിലൂടെ നമ്മൾ ബ്രൗൺ നൂല് ഇങ്ങനെ കൊണ്ടുപോയിരിക്കുന്നത്. വൈറ്റ് കാണാൻ സാധിക്കില്ല ബിക്കോസ് സെയിം കളർ ആയതുകൊണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റും ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെ കൊണ്ടുപോയിരിക്കുന്നത്. ബാക്ക് ഇങ്ങനെ ഇരിക്കേണ്ടതാണ്. സോ ഇനി നമ്മൾ നെക്സ്റ്റ് റോ എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ റോങ് സൈഡിലേക്ക് നമ്മൾ ടേൺ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. സോ നമ്മൾ നമ്മുടെ 4th റോയുടെ എൻഡിൽ ഒബ്വിയസ്ലി ഒരു ചെയിൻ ഉണ്ടാക്കുന്നു, നമ്മൾ ടേൺ ചെയ്യുന്നു. സോ ഇപ്പം നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്നതിനാണ് നമ്മൾ റോങ് സൈഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നിന്ന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ഉണ്ടാക്കുമ്പോൾ ഈ ബ്രൗൺ നൂല് അതിൻ്റെ കൂടെ നമ്മൾ എടുക്കേണ്ടതാണ്. സോ ബ്രൗൺ നൂലിനടിയിലൂടെ നമ്മൾ നമ്മുടെ ഹുക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയുടെ അടിയിലൂടെ നമ്മൾ നമ്മുടെ ഹുക്ക് ഇടുന്നു. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ, ഇത് നമ്മുടെ റോങ് സൈഡിലെ സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ നമ്മുടെ ഡിസൈനിൻ്റെ ബാക്കിലാണ് നമ്മുടെ നൂല് നീക്കിക്കൊണ്ട് വന്നത്. ഇപ്പോൾ നമ്മൾ ഡിസൈനിൻ്റെ ഫ്രണ്ടിലാണ് അത് ചെയ്യുന്നത്. ഇതിൽ ഒരിക്കലും മിസ്റ്റേക്ക് ഉണ്ടാകരുത്. സോ നമ്മൾ ടേൺ ചെയ്യുന്ന പോയിന്റിൽ നമ്മുടെ നൂല് ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ നമ്മുടെ 5th സിംഗിൾ ക്രോഷ്യയോടെയാണ് എത്തിയിരിക്കുന്നത്. 7th നമ്മുടെ ഫസ്റ്റ് ബ്രൗൺ സ്റ്റിച്ച് വരുന്നത് ഈ റോയിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ പോലെ തന്നെ നമ്മുടെ ബ്രൗൺ നൂലിൻ്റെ അടിയിലൂടെ എടുക്കുന്നു 5th സ്റ്റിച്ചിന് വേണ്ടി 6th സ്റ്റിച്ചിന് വേണ്ടി ഇങ്ങനെ 2 ലൂപ്പ് വന്നതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ വെച്ചിരുന്ന നമ്മുടെ നൂലിനെ ഇങ്ങനെ പുറകോട്ടെടുക്കുന്നു. പുറകിൽ വെച്ചിരുന്ന നൂലിനെ നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഈ ബ്രൗൺ നൂല് കൊണ്ട് നമ്മൾ നമ്മുടെ ഈ സിംഗിൾ ക്രോഷ്യനെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഫൈൻ. കംപ്ലീഷന് ശേഷം
നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ വൈറ്റിനെ ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകേണ്ടതാണ്. സോ വൈറ്റ് നൂലിൽ ഇതിനിടയിലൂടെ എടുക്കുന്നു. അതിനുശേഷം ഇങ്ങനെ നമ്മൾ ക്രോഷ്യ ചെയ്യുന്നു. നോർമൽ സിംഗിൾ ക്രോഷ്യേസ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത കളർ ചേഞ്ചിനെ മീറ്റ് ചെയ്യാം. സോ ഇത് നമ്മുടെ ഫസ്റ്റ് കളർ ചേഞ്ചിന് മുമ്പുള്ള സ്റ്റിച്ചാണ്. അഗെയിൻ നമ്മുടെ ബ്രൗൺ നൂലിനെ നമ്മൾ പുറകോട്ട് കൊണ്ടുവരുന്നു. നമ്മുടെ വൈറ്റ് നൂലിനെ നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ഈ സ്റ്റിച്ച് നമ്മൾ വൈറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. സി എന്നിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ ഈ റോ കംപ്ലീറ്റ് ചെയ്യുന്നു. സോ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സ്റ്റിച്ച് ചെയ്യുന്നതിനിടയിൽ നമ്മുടെ നൂല് ഫുള്ള് ഇടയ്ക്കിടയ്ക്ക് ടാങ്കിൾഡ് ആവും. സോ ഇടയ്ക്കൊന്ന് ഡീടാങ്കിൾ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം വെരി കോംപ്ലിക്കേറ്റഡ്. ഇനി നിങ്ങളുടെ ഇതിൻ്റെ റൈറ്റ് സൈഡും റോങ് സൈഡും കാണിച്ചു തരും. ദിസ് വിൽ ബി യുവർ റൈറ്റ് സൈഡ്, ഇതാണ് നിങ്ങളുടെ റോങ് സൈഡ്. നിങ്ങളുടെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. റോങ് സൈഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റേ ത്രെഡ് ഇങ്ങനെ വളരെ വിസിബിളാണ്. റൈറ്റ് സൈഡിൽ ത്രെഡൊന്നും വിസിബിൾ അല്ല, വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ഇവിടെ കാണുന്നത്. സോ ഒരു 2 റോ കൂടി ഇതിൻ്റെ ഡിസൈൻ ഫോളോ ചെയ്യുക. അതിനുശേഷം നമുക്ക് മീറ്റ് ചെയ്യാം. സോ ഇപ്പം നമ്മൾ നമ്മുടെ 7th റോയുടെ എൻഡിൽ വന്നിരിക്കുകയാണ്. 7th റോയുടെ എൻഡിൽ നിങ്ങൾക്ക് കാണാം ഏകദേശം ഒരു മൂണിൻ്റെ പിക്ചർ വന്ന് തുടങ്ങി. അപ്പം നിങ്ങളിതിൻ്റെ ഫ്രണ്ടിൽ റൈറ്റ് സൈഡാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ റോങ് സൈഡ്. റോങ് സൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാം. അതിനിടയിലൂടെ നൂലൊക്കെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. സോ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഈ ഡിസൈൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് പോലെ, ഈ ഡിസൈനിൽ കാണിച്ചിരിക്കുന്ന പോലെ ജസ്റ്റ് അതിൻ്റെ അത് ഫോളോ ചെയ്യുക. അതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഈ ഡിസൈൻ ചെയ്യാനായിട്ട്. സോ നമുക്ക് ഈ എൻ്റയർ ഡിസൈൻ്റെ എൻഡിൽ തന്നെ മീറ്റ് ചെയ്യാം. സോ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡിസൈൻ്റെ എൻഡിലെത്തി. സോ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണിത് നിർത്തുന്നതെന്ന് അറിയാം. നമ്മുടെ ലാസ്റ്റ് കളർ ചേഞ്ചാണ് ഇവിടെ. സോ ഇവിടെ നമുക്ക് നോക്കാം. നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ള കളർ പുറകിലിടുന്നു. നീറ്റിൽ ഹുക്ക് ചെയ്ത് ഇത് പുറത്തെടുക്കുന്നു. ചേഞ്ച് ചെയ്ത കളറ് ഫ്രണ്ടിലേക്ക് ആക്കുന്നു, നേരത്തെ ചെയ്തതുപോലെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസൈൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പം നമുക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടാവും നമ്മുടെ ഇനി നമുക്ക് ഈ പുതിയ കളറിൻ്റെ റിക്വയർമെൻ്റ് അല്ലല്ലോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്ന്. പക്ഷേ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഡിസൈൻ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അൺട്രാവൽ ചെയ്ത് പോരും. ബിക്കോസ് നമ്മൾ സഫീഷ്യൻ്റ്ലി വീവ് ഇൻ ചെയ്തിട്ടുണ്ടാവില്ല നമ്മുടെ എൻഡ്സ്. സോ ഈ ഒരു റോ തീരുന്നത് വരെ നമ്മൾ നമ്മുടെ ഈ എക്സ്ട്രാ കളർ, ബ്രൗൺ കളർ കണ്ടിന്യൂ ചെയ്യണം. ഈ റോയുടെ എൻഡിൽ നമുക്ക് എന്നിട്ട് ഇത് കട്ട് ചെയ്ത് ഈ കളർ കണ്ടിന്യൂ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാം. സോ ദാറ്റ് ഇത് അൺട്രാവൽ ചെയ്യില്ല, ഇത് ഊരിപ്പോക്കില്ല. നിങ്ങൾക്കിത് സോ നമ്മൾ ഈ ടേപ്പസ്ട്രി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ മൾട്ടിപ്പിൾ കളേഴ്സ് യൂസ് ചെയ്യുമ്പോഴും ഇത് റിമെമ്പർ ചെയ്യണം. മൾട്ടിപ്പിൾ കളേഴ്സ് നമ്മുടെ ഒരു കളറിൻ്റെ എൻഡിൽ നമുക്ക് ആ കളർ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് കളർ പിന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കളർ സ്റ്റോപ്പ് ചെയ്യാം യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്ന പോയിന്റിൽ നിന്ന് ഒരു ഇത്തിരി കൂടി അത് വീവിൻ ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. സോ ഈ പോയിന്റിൽ നമുക്കിതിനെ കട്ട് ചെയ്യാം.
കട്ട് ചെയ്തു. നമുക്കിനി നമ്മുടെ ഈ ഡിസൈൻ ജസ്റ്റ് വൈറ്റ് നൂല് വെച്ച് നമുക്ക് ഈ ഡിസൈൻ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യാം. സോ ഇപ്പം നമ്മൾ നമ്മുടെ ഡിസൈൻ്റെ എൻഡിലെത്തി. ഈ പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് ഇവിടെ തന്നെ നിങ്ങളുടെ ഡിസൈൻ എൻഡ് ചെയ്യാം. ഇത് കണ്ടാൽ തന്നെ നല്ലൊരു കോസ്റ്ററിൻ്റെ ലുക്കുണ്ട്. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനത്തെ എഡ്ജസ് ആണ്. ഇങ്ങനെ ചെറിയ ചെറിയ പൈക്കോട്ട് വെച്ചുണ്ടാക്കിയ എഡ്ജസ് ആണ്, ഒരു റസ്റ്റിക് ബൊഹീമിയൻ ലുക്ക് കിട്ടാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് നോർമലായിട്ടുള്ള കുറച്ച് ത്രെഡ്സ് സൈഡിലൂടെ വീവ് ഇൻ ചെയ്തിട്ട് അത് ലീവ് ചെയ്യാം. അത് ചെയ്യാം. ഇനി ഞാൻ എങ്ങനെയാണ് ഈ പൈക്കോട്ട് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടി നമ്മളിപ്പോൾ നമ്മുടെ ഡിസൈൻ വന്ന് എൻഡ് ചെയ്ത പോയിന്റിൽ നിന്ന് ടേൺ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ഒരു ചെയിൻ ഉണ്ടാക്കിയതിന് ശേഷം ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ദെൻ സെക്കൻഡ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതിനുശേഷം ചെയിൻ 3 1 2 3 ചെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇനീഷ്യലി ഉണ്ടാക്കിയ സിംഗിൾ ക്രോഷ്യയിലേക്ക് ഈ ഹുക്കിനെ കയറ്റി വിടുക. എന്നിട്ട് ഒരു യാൺ എടുത്ത് ഇതൊരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കുക. ഇറ്റ്സ് ക്വൈറ്റ് ഈസി. ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ കൂടി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ചെയിൻ 3 1 2 3 3 ചെയിൻ ചെയ്തതിന് ശേഷം ഇനീഷ്യൽ സിംഗിൾ ക്രോഷ്യയിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് യാൺ ഓവർ പുള്ള യാൺ ത്രൂ. അത് കഴിഞ്ഞിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടാക്കുക. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള എഡ്ജസ് ഫോം ചെയ്തില്ലേ ഇപ്പോൾ നമ്മൾ. ഇങ്ങനെ ഫുൾ എൻറ്റയർ ഡിസൈൻ്റെ ചുറ്റും നമ്മളിത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. സോ നിങ്ങൾ ഈ പൈക്കോട്ട് സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ദിസ് ഈസ് ഹൗ ഇറ്റ് വിൽ ലുക്ക്. ഇറ്റ് ഹാസ് ദാറ്റ് ക്യൂട്ട് ബൊഹീമിയൻ ലുക്കുള്ള ഒരു റൗണ്ട് സർക്കിൾ നിങ്ങൾക്ക് കിട്ടും. സോ വി ഹാവ് നൗ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ദ മൂൺ ഹിയർ. സി 3 ഫേസസ് ഓഫ് മൂണും ഉണ്ട്. ഇറ്റ് ലുക്സ് വെരി ക്യൂട്ട്. നല്ലൊരു ഭംഗിയുള്ള കോസ്റ്ററാണ്. സോ നെക്സ്റ്റ് വീക്ക് ഞാൻ എങ്ങനെയാണ് ഈ സെറ്റിൻ്റെ പ്ലേസ്മാറ്റ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുവരെ നിങ്ങൾ നിങ്ങളുടെ ടേപ്പസ്ട്രി സ്റ്റിച്ചസൊക്കെ ചെയ്ത് പഠിക്കൂ, ഈ നല്ല സ്റ്റിച്ചുകൾ ഉണ്ടാക്കൂ. സോ ബൈ, ടേക്ക് കെയർ.